എത്ര പെട്ടെന്നാണ് നമ്മൾ ജുബിന്റെ ഉമ്മാക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത്. വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ജുബിക്കിന്റെ ഉമ്മാക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്ത ഒരു സാധനം എന്റെ ഉമ്മക്ക് എന്റെ പറ്റുവക്കിൽ ഇപ്പൊ എത്ര ഉണ്ട് ഇപ്പാ? 50,000 അല്ല പപ്പ. നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് നമ്മള് കാസർഗോഡ് നിന്നല്ല. എന്റെയും പപ്പന്റെയും പെരുന്നാൾ ഡ്രസ്സ് ഞങ്ങൾ കാസർഗോഡ് പോകുമ്പോഴാണ് എടുക്കട്ടോ. എന്താ പപ്പ എന്ത് വർത്താനാണ്? ഞങ്ങള് മോനല്ല. അപ്പൊ നിങ്ങൾ ഇന്നോട് ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ജുബിന്റെ ഉമ്മാക്കും വീട്ടുകാർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പോവാ. അല്ല, ഷോപ്പിന്റെ ഉള്ളിക്ക് പോവാണ്. വേറെ ഷോപ്പിക്ക് എന്തായാലും നമുക്ക് ഷോപ്പുള്ളപ്പോ നമ്മൾ എടുക്കാക്കൂലല്ലോ അല്ലേ പപ്പ? മാത്രല്ല അത് പറഞ്ഞ ഇവിടുന്ന് എടുക്കുമ്പോ കുറച്ച് ഡിസ്കൗണ്ടെങ്കിലും പപ്പ തരും. മറ്റേത് അവിടുന്ന് അതൊന്നും കിട്ടൂലല്ലോ, അത് പ്രശ്നമാണ്. ഓക്കെ, ആരില്ല ഇവിടെ? ഒക്കെ ഉണ്ട്, കൊറേ എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി ഇറക്കുന്നുണ്ട്. അത് XXL ആണ്. അതെന്റെ ഉമ്മക്ക് വേണ്ടി വരില്ല. ബ്ലാക്ക് ഇവളെ ജുബിന്റെ ഉമ്മക്ക് പറ്റുള്ളൂ. അതായത് ഡാർക്ക് ചാർട്ടിൽ മാത്രമേ ജുബിന്റെ ഉമ്മ ഇട്ടുള്ളൂ കേട്ടോ. വേറെ ഏത് കളർ എടുത്തു കൊടുത്താലും ജുബിന്റെ ഉമ്മ എടുക്കൂല. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നത് ജുബിന്റെ ഉമ്മാക്കുള്ള ഡ്രസ്സാണ്. പിന്നെ അന്നൂസിനും നെന്നൂനൊക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാണ്ട് തപ്പേണ്ടി വരും. യെസ്. അപ്പൊ ഈ കണ്ടു വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റിക്ക് പിടിച്ചിരിക്കണത് പിന്നെ എന്തിനാണ്? ആ, നല്ല ടീമിനാ. ഇവിടെ ആയതുകൊണ്ട് പ്രശ്നമില്ല. പുറത്ത് വേറെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ട് ഈ നിർത്തി നിൽക്കുമ്പോൾ എനിക്ക് കലിപ്പ് വരാം. സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾ സീസണിൽ കുറേ കാക്കമാർ എത്ര ഇടങ്ങാറായിക്കണോ. അതായത് ഈ വൈഫിന്റെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവരെ കൂടെയുള്ള വെയിറ്റിങ് അതൊരു സംഭവമാണ്. ക്ഷമ എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് ഇതെന്റെ ഉമ്മക്ക് നല്ല രസം ഉണ്ടാവും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട മോഡലാണ്. ഇതാക്കല്ലേ, XXL വേണം. എൻ്റെ ഉമ്മക്ക് XXL വേണ്ടി വരും. വേണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തോളൂ. നല്ല മെറ്റീരിയലും അല്ലേ. ഇനി കുറെ വലിച്ചിട്ട് തപ്പണ്ട, അതന്നെയാണ് ഫിക്സ് ചെയ്യുക. അല്ലേ, നല്ല രസമല്ലേ? അപ്പൊ ഇതാണ് നമ്മള് ജുബിന്റെ ഉമ്മാക്ക് എടുക്കണേ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതന്നെ ആക്കില്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ അത് ഇനി ആർക്ക് അനക്കുള്ളതൊക്കെ ഓൾറെഡി 5-6 എടുത്തത് നമ്മള് വ്ളോഗ് വരെ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് അന്നൂസിനും നെന്നൂനല്ലേ? നീ തപ്പി എടുത്തിട്ട് വാന്നല്ലേ? എന്റെ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്യണോ? വേണ്ട, സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ആ, അത് നോക്കട്ടെ ഇത് നോക്കട്ടെ അറിയട്ടല്ലേ. എന്നാലും ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ആക്കൂട്ടോ. ജുബിന്റെ ഉമ്മ അത് രസമുണ്ടല്ലോ ഇത് രസമുണ്ടല്ലോ. നമ്മള് വ്ളോഗൊക്കെ ഡ്രസ്സിന്റെ വ്ളോഗൊക്കെ ചെയ്യുമ്പോ പാവണം. ഇതിനൊന്നാമത് കൊറേ എക്സ്പെക്ടേഷൻസ് ആണ്. അത് ഇല്ല, നാളെ പെരുന്നാളാണ്. ഇനിയിപ്പോ വേറെ കസ്റ്റമർക്കൊന്നും കൊടുക്കാനില്ല. ഓക്കെ, അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ജുബിന്റെ ഉമ്മാക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത്. വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ജുബിക്കിന്റെ ഉമ്മാക്കുള്ളത് പക്ഷെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ അടുത്തടുത്താണെന്ന് പറഞ്ഞൊന്നും പറയില്ല. ഇപ്പോഴല്ല, അതിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്താണ് അങ്ങനെ പ്രശ്നം വരാം. ഓക്കെ, ഇനി അടുത്തത് അന്നൂസിനും നെന്നൂസിനും. ഇല്ല, ആ ഒരു സൈസില് നമ്മളെടുത്ത് കിഡ്സിന്റെ സൈസിൽ കുറവാണ്. അതൊക്കെ അന്നൂസിന് ഭയങ്കര വലിപ്പം കൂടുതൽ. ഓക്കെ, എന്തായി കിട്ടിയോ? കൊറേ നേരമായാലോ തപ്പിൽ തുടങ്ങിയിട്ട്. ഇത് ഫിക്സ് ചെയ്താ? ഇതാ പൈതലിന് വലിപ്പം കൂടുതലാവൂലേ? ചെയ്തോട്ടെ. ഓക്കെ, ഈ കളറാ? ബ്ലാക്ക് ആയവൾക്ക് രസം ഉണ്ടാവുക. ബാക്കി വൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഓള് ചളിയാക്കിയിട്ട് എരപ്പാക്കും. ബ്ലാക്ക് എടുത്തോ നേരെ ബില്ലാക്കാം. എടുത്തോ. ഓക്കെ, അപ്പൊ വാട്ട്സ് നെക്സ്റ്റ്? അപ്പൊ ഇനി നമ്മളെ നെന്നുമ്മക്ക് വേണ്ട. നെന്നൂന് ഉടുപ്പാ? ഇവിടെ ഉടുപ്പില്ല.
നമുക്ക് പുറത്ത് പോകുമ്പോ ഇൻഷാല്ലാ നെന്നുനുള്ള എടുക്കുന്നാല്. ഞാൻ ഇന്ന് നെന്നൂലുള്ള കൂടി തപ്പട്ടെ. അവിടെ കുട്ടികളത് കൊറേ. ഇപ്പൊ ഞാനും പപ്പയും സത്യം പറഞ്ഞാല് ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞങ്ങള് ലാസ്റ്റ്ക്ക് എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പൊ ഇന്നലെ ഞാനും ജുബിയും കൂടി ട്രെൻഡ്സിലും അവിടെ ഇവിടെ ഒക്കെ കൊറേ കറങ്ങി നോക്കി. പക്ഷെ ഞങ്ങളുടെ സൈസിനില്ല. അവിടെ ഞങ്ങളുടെ സൈസിലുള്ള അടിപൊളി സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ്. അതായത് അവിടെ സൈസ് ചാർട്ട് ഉണ്ട് ട്രെൻഡ്സിലൊക്കെ. പക്ഷെ XL, XXL, അതിൽ XXL എനിക്ക് വലിപ്പം ഭയങ്കര കൂടുതലാണ്. XL ആണ് എനിക്ക് കറക്റ്റ് വരിക 44. പക്ഷേ 44 ഒരൊറ്റ ഡ്രസ്സ് എടുക്കാനില്ല. ഞാൻ പപ്പയ്ക്ക് കൊടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പെരുന്നാൾക്ക് ഇൻഷാല്ലാ കാസർഗോഡ് പോകുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് പോകുമ്പോൾ നമ്മൾ അടിപൊളി ഡ്രസ്സ് എടുക്കും. ഉടുപ്പുണ്ടല്ലോ, ഇതിന് എന്നോന് പറ്റും എടുക്കല്ലേ. ഓ കൊണ്ടുപോയി നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ വേറെ അടുത്ത് കൊടുക്കാം. നോക്കാം. ഓൾക്ക് ഉടുപ്പ് വേണമെന്നല്ലോ ഓൾ എന്നോട് പറഞ്ഞേ. അപ്പൊ പിന്നെ മോശമല്ലേ, ഉടുപ്പന്നെ ആയിക്കോട്ടെ. അപ്പൊ അതും ഇതാക്കല്ലേ. ഇനി നമുക്ക് നമ്മളെ മഹാമനസ്കനായ പപ്പന്റെ അടുത്തേക്ക് ബില്ലാക്കാൻ കൊണ്ടുപോവാം. പപ്പ എന്താ അറിയോ, ഇത് ഒക്കെ പപ്പന്റെ വക സ്പോൺസറാണ് കേട്ടോ. ഫുള്ള് ഇതൊക്കെ പപ്പന്റെ വകയാണ്. പപ്പ 5 പൈസ വാങ്ങൂല എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടില്ല കാലിമക്കാലും കയറ്റി വെച്ചിട്ട് ദാദാ സാഹിബ് ഇരിക്കും പോലെ അതാ താറ്റിച്ച് പല്ലേ പപ്പ. പപ്പന്റെ വകയല്ലേ ഇതൊക്കെ? പിന്നെ എന്റെ വക പുയാപ്പളിന്റെ വാപ്പയാണായിരിക്കണ്. പപ്പ പപ്പ എന്റെ പറ്റുവക്കിൽ ഇപ്പൊ എത്ര ഉണ്ട്? 50,000 പക്ഷെ അങ്ങനൊക്കെ പറയെങ്കിലും പപ്പ പെരുന്നാൾ ഡ്രസ് ആയതുകൊണ്ടും പപ്പ വലിയ മനസ്സിന്റെ ഉടമ ആയതുകൊണ്ടും ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ. തരും. ഇതാർക്കാ? ഓക്കെ ഓക്കെ. വാ നമുക്ക് ചോദിച്ചേക്കാം. പപ്പ അത് ഇതും കൂടി എല്ലാം കൂടി എത്രയാ ബില്ലാക്കാൻ? ഓക്കെ. പിന്നെ ഇപ്പൊ ഷോപ്പിൽ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവന്റെ ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഹെയർ സ്റ്റൈലാണ്. എന്താ പറയാ, വേറെ ലെവലാണ്. ഇതുവരെ വെട്ടിയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ അതാണ്. നമ്മളെ സ്റ്റാഫ് പിച്ചു ആണ് കേട്ടോ. ഓൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഇന്നാള് അവന് ഫോണൊക്കെ എടുക്കാൻ പോയ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പെരിഞ്ചതി ഹൈറ്റാണ്. ഇവിടെ പിന്നെ മുകളിലുള്ള എന്ത് സംഭവം എടുക്കണമെങ്കിലും പിച്ചോന്ന് ഒരൊറ്റ വിളിയാ. കാരണം ഓനെ എത്തുള്ളൂ ഇവിടെ. അത്രക്ക് ലെങ്ത്, അത്രക്ക് ഹൈറ്റാണ്. അതിന്റെ ഹൈറ്റ് എത്ര പിച്ചോ? നോക്കിയിട്ടില്ല. സോ അത് ബില്ലാക്കിയല്ലേ? ബാ ഓക്കെ. പപ്പ എന്തൊരു ചൊറുക്കല്ലേ കാണാന്. ഇന്ന് സുന്ദരനായിക്കണേ. സത്യമായിട്ടും നല്ല ഭംഗിയിട്ട് കാണാൻ പപ്പന അല്ലേ? അല്ല അത് നോക്കണ്ട. 1000 റുപ്യല്ലേ? 3286. അതൊരു ഡ്രസ്സിന്റെ ബില്ല്. ബാക്കി വരാണ്ട്. അതെ. പപ്പ കിഡ്സിന്റെ ഓഫർ ഒന്നുമില്ലേ? ചിരിക്കണ നോക്കണ്ട. 100 റുപ്യ. പണം അതൊരു പ്രശ്നമല്ല. അല്ല, ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല. റെഡി ക്യാഷ് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന്. അല്ല പപ്പ, നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് നമ്മള് കാസർഗോഡ് നിന്നല്ല. എന്റെയും പപ്പന്റെയും പെരുന്നാൾ ഡ്രസ്സ് ഞങ്ങൾ കാസർഗോഡ് പോകുമ്പോഴാണ് എടുക്കാം കേട്ടോ. അവിടെ നമ്മളെ കുറച്ച് പപ്പന്റെ ഫ്രണ്ട്സിന്റെ കുറച്ച് ഷോപ്പ് ഉണ്ട് അവിടെ. അല്ലേ പപ്പ? എത്രയായി പപ്പ ടോട്ടല്? നിസ്സാരം. പപ്പ പറ്റില്ല എഴുതിക്കോ. എന്താ പപ്പ എന്ത് വർത്താനാണ്? ഞങ്ങള് മോനല്ല. അപ്പൊ നിങ്ങൾ ഇന്നോട് ഇങ്ങനെ പറയാൻ പാടില്ല. എന്താ ആളാസാക്കി ചിരിക്കണ? മുത്താണ്, ഒരു മുതരം. അപ്പൊ ഇതാണ് നമ്മള് ജുബിന്റെ വീട്ടില് ഉള്ളവർക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. ഫർസൂന് ഓൾറെഡി എടുത്തേക്കണെന്ന് പറഞ്ഞ്. ഇത് ഇവരെടുക്കാഞ്ഞിട്ടല്ല, ഇത് നമ്മളെ വക നമ്മളെ സന്തോഷത്തിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ.